ഫ്രണ്ട്സ്, മക്കളെ സുഖമാണോ? സന്തോഷമാണോ? ഇന്ന് സിസ്റ്റർ ഒരു നല്ല സ്റ്റൈലൻ കഥയുമായാണ് വന്നിരിക്കുന്നത്. ഒരു കഥയിലൂടെ നമുക്കിന്ന് തുടങ്ങിയാലോ? കഥ ഇങ്ങനെയാണ്. ഒരു പ്രായമുള്ള അപ്പച്ചൻ, താടിയും മുടിയൊക്കെ ഉള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അപ്പച്ചൻ ഗ്രാമീണ വേഷം ധരിച്ച്, അതായത് സാധാരണ വസ്ത്രം ധരിച്ച് ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരു മൂലയിൽ, ട്രെയിനിൻ്റെ ഏറ്റവും അറ്റത്തിൽ വിൻഡോ സീറ്റ് എടുക്കില്ലേ, അതുപോലെ ഒരു വിൻഡോ സീറ്റിൽ ഒരു ജപമാല, നമ്മൾ ഒരു ജപമാല ഇങ്ങനെ പിടിച്ച് പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ട്രെയിൻ മുന്നോട്ട് ഓടുന്നു. ട്രെയിൻ ഇങ്ങനെ പല നാടും മലകളും താഴ്വരയും ഒക്കെ ഇങ്ങനെ പോയി കുതിച്ച് ട്രെയിൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്റ്റേഷനിലെത്തി. ഒരു ചെറിയ സ്റ്റേഷനിലെത്തിയപ്പോൾ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും കയറി. അതായത് അവർ കോളേജ് സ്റ്റുഡൻസ് ആണ്, പഠിക്കുന്ന ചേട്ടന്മാർ, വലിയ വലിയ ബുക്കൊക്കെ പഠിച്ച് ഗ്രഹിച്ച് വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ആനന്ദത്തോടെ ട്രെയിനിൽ കയറി. എന്നിട്ട് കുറച്ച് സീറ്റിലിരുന്നവർ ഭയങ്കര വർത്തമാനം തുടങ്ങി. അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ, ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി സംസാരിക്കാറുണ്ട് അല്ലേ, പാട്ട് പാടാറുണ്ട്, കളിതമാശകൾ പറയാറുണ്ട്. അതുപോലെ ഈ ചേട്ടനും ചേച്ചിമാരും ഒക്കെ ട്രെയിനിൽ ഇങ്ങനെ സന്തോഷത്തോടെ വർത്തമാനിച്ച് പോവുകയാണ്. അപ്പം ആ വർത്തമാനത്തിൻ്റെ കൂട്ടത്തിൽ അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, എല്ലാ സയൻസ് ബാച്ച് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവർ പുതിയ കണ്ടുപിടുത്തങ്ങളും അവരിന്ന് പഠിച്ച കാര്യങ്ങളും മാത്രമല്ല ലൂയി പാസ്റ്ററിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് ഒരപ്പച്ചൻ ഇങ്ങനെ ജപമാല മണികൾ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഒരു പുച്ഛഭാവത്തോടെ, ഈ അപ്പച്ചന് വേറെ പണിയൊന്നുമില്ലേ, ഇപ്പോഴും ഈ കാലത്തിലും ഈ ജപമാല പിടിച്ച് നടക്കുവാണോ? എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ലൂയി പാസ്റ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ മാധ്യമങ്ങൾ, പേപ്പറിലൊക്കെ നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ അപ്പച്ചനതൊന്നും അറിയില്ലേ, കഷ്ടം എന്ന് ഒരു പുച്ഛഭാവത്തോടെ നോക്കും. അപ്പച്ചൻ കേട്ടെങ്കിലും കേൾക്കാത്ത മാതിരി ഇരുന്ന് ഒന്നും ശ്രദ്ധിക്കാതെ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്ന് പറഞ്ഞ്, അപ്പച്ചാ, ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ അറിഞ്ഞൂടെങ്കിൽ എന്നോട് ചോദിക്കും, നമ്മൾ പറഞ്ഞു തരാം. ലൂയി പാസ്റ്ററിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി അപ്പച്ചന് വായിക്കാൻ അറിയാവോ? വായിക്കാൻ അറിയെങ്കിൽ ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ അയച്ചു തരാം. അപ്പച്ചൻ അത് വായിച്ചു. അപ്പോൾ അപ്പച്ചൻ നോക്കിയിട്ട് പറഞ്ഞു, ആണോ, എന്താ കണ്ടുപിടുത്തങ്ങൾ, ലൂയി പാസ്റ്ററോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകാംക്ഷയോടെ പുള്ളി ചോദിക്കും. അപ്പോൾ ഇവർ വീണ്ടും ഭയങ്കര സാഹസികമായിട്ട് അപ്പച്ചന് അവർ പഠിച്ച കാര്യങ്ങളും ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നിട്ട് അവർ ചോദിക്കുക, അതിൽ ഒരു പയ്യൻ ചോദിക്കുക, എന്നാൽ അപ്പച്ചൻ്റെ അഡ്രസ്സ് ഒന്ന് തന്നാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് തരാം, സമയം കിട്ടുന്നത് പോലെ വായിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അപ്പച്ചൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു. എന്നിട്ട് അവരുടെ കയ്യിലേക്ക് നീട്ടി. അപ്പോൾ അവർ അതിൽ ആരുടെ കയ്യിലാണോ കൊടുത്തത് അവനിങ്ങനെ അന്തം വിട്ടു. അന്തം വിടുമ്പോൾ എന്നാ ചെയ്യും, നമ്മുടെ പുഞ്ചിരി മാറും, വാ നമ്മൾ തുറക്കും അല്ലേ, അന്തം വിടുക. അയാളെ ഇങ്ങനെ നോക്കി. അപ്പോൾ കൂട്ടുകാരൊക്കെ വന്ന് നോക്കി, അവരും അന്തം വിട്ടു. കാരണം എന്താണെന്നറിയാമോ, അതിലെഴുതിയിരിക്കുക ലൂയി പാസ്റ്റർ, പാരീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. പോരെ മക്കളെ, അവരന്തം വിടാൻ ഇതിലപ്പുറം വേണോ? അവർ ആരെ പറ്റിയാണോ സംസാരിച്ചത് ആ വ്യക്തിയാണ്, ആ മഹത് വ്യക്തിയാണ് ജപമാലയും പിടിച്ച് ഒരു മൂലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ള മക്കളെ, അപ്പം ചോദിക്കട്ടെ, ഇത്രയും വലുത് ലോകത്തിന് അതുവരെ കണ്ടുപിടിക്കാത്ത സംഭാവനകൾ നൽകിയത് ശരിക്കും പറഞ്ഞാൽ ലൂയി പാസ്റ്റർ ആരെന്ന് നിങ്ങൾക്കറിയാം? ലൂയി പാസ്റ്റർ ഒരു മഹാനായ ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളിയാണ് ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഫാദർ ഓഫ് മെഡിസിൻ, മോഡേൺ മെഡിസിൻ, അതിന് പേര് കേട്ടതാണ് നമ്മുടെ ലൂയി പാസ്റ്റർ. അതൊക്കെ മറന്നാലും നമ്മൾ പേപ്പട്ടി കടിച്ചാൽ കുത്തിവെക്കുന്ന ഒരു മെഡിസിൻ ഇല്ലേ, റാബീസ് വാക്സിൻ, ഇത് കണ്ടുപിടിച്ചത് ആരാ? ഈ ലൂയി പാസ്റ്ററാണ്. ലൂയി പാസ്റ്റർ അതുവഴി രക്ഷിച്ചത് ഒരു നാട്ടിലെ ആൾക്കാരല്ല, ഒരു രാജ്യത്തെ ആൾക്കാരല്ല, പല പല രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ആൾക്കാരെയാണ് ഈ റാബീസ് എന്ന വാക്സിൻസിലൂടെ രക്ഷപ്പെടുത്തിയത്. അത്രയും വലിയ പുള്ളിയാണ്, വലിയ മഹാനാണ്. ഇരുന്ന് ഈ ഇത്തിരി പോകുന്ന കൊന്ത പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മക്കളെ, ശക്തിയില്ലാത്ത എന്തെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കുമോ? നമ്മളെ സഹായിക്കാത്ത എന്തിനെങ്കിലും നമ്മൾ കൂട്ടുപിടിക്കുമോ? മാനസികമായിട്ട് സാധാരണ ചിന്തിച്ചാൽ ഇല്ല അല്ലേ. നമുക്ക് ഉപയോഗമില്ലെങ്കിൽ നമ്മൾ ചേർത്ത് വെക്കാറില്ല, മാറ്റിവെക്കും. അപ്പോൾ ഇത്രയും ശക്തിയുള്ള ഒരു ജപമാലയല്ലേ
ഈ വലിയ മഹാൻ ഇത് ചേർത്ത് പിടിക്കണമെങ്കിൽ അത്രമാത്രം ശക്തി, അത്രമാത്രം പവറ് ലൂയി പാസ്റ്റർ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെ, ഈ ജപമാലയ്ക്ക് ഒരു പവറുണ്ട്, ഒരു ശക്തിയുണ്ട്. ഇത് പിടിക്കുന്നത് ഒരു അഭിഷേകമാണ്, ഈ പോക്കറ്റിലിടുന്നത് ഒരു അഭിഷേകമാണ്, കഴുത്തിലിടുന്നത് ഒരു സംരക്ഷണമാണ്, കൊണ്ട് നടക്കുന്നതും ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായി മാറണം. നമ്മുടെ ശക്തിയും കൃപയും ഒക്കെ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ചോദിക്കാവേ. ഈ ജപമാല പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകളിൽ നിന്നുള്ള വ്യത്യാസം എന്താ? നമുക്കറിയാലോ, കുറേ പ്രാർത്ഥനകൾ നമുക്കറിയാം, പല തരത്തിൽ പല രൂപത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഈ ജപമാല പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഓക്കെ, 2 കാര്യങ്ങൾ. ഒന്ന്, ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഏതാ? വിശുദ്ധ കുർബാന. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതാണ് നമ്മുടെ ബലം, കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം, നമ്മുടെ ചങ്കും ചോരയൊക്കെ വിശുദ്ധ കുർബാനയാണ്. ഓക്കെ, അതാണ് നമ്മൾ ജീവിപ്പിക്കുന്നത്. കുടുംബത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ്, കുടുംബത്തിലെ നമ്മളെ പിടിച്ചു നിർത്തുന്ന പ്രാർത്ഥന. ഓക്കെ, ഇനി ചുമ്മാ ഒന്ന് ചിന്തിക്കുക, പഴയ നിയമം മക്കളൊന്ന് പുറകോട്ട് പോയിക്കാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോശയുടെ കഥയൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം മോശ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതിൽ ഈ വലിയ ജനത, ലക്ഷക്കണക്കിന് ആൾക്കാരിങ്ങനെ കാടും മേടും മലകളും ഒക്കെ താണ്ടി കാനാൻ ദേശം, തേനും പാലും ഒഴുകുന്ന നാട് എന്ന് വെച്ചാൽ സമൃദ്ധി ഐശ്വര്യമുള്ള നാട്ടിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. ദൈവം അവരോട് ഇടപെടും, മേഘത്തിലും അഗ്നിസ്തംഭമായിട്ടൊക്കെ അവരെ കൂടെ നടക്കും അല്ലേ. അവർക്ക് മുമ്പേ നടക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ആ കഥ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും, ദൈവം സീനായി മലമുകളിൽ വെച്ച് എന്ത് കൊടുത്തു? നിയമം കൊടുത്തു അല്ലേ. നമ്മൾ പറയില്ല, 10 കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അതായത് 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് ആ 10 കൽപ്പനകളിലെ 1-ാമതാണ്. അപ്പൊ സീനായ് മലമുകളിൽ വെച്ച് മോശയ്ക്ക് ദൈവം നിയമം കൊടുത്തു. ഓക്കെ, അതുപോലെ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിനെ ഏൽപ്പിച്ച പ്രാർത്ഥനയാണ് ജപമാല. ഓക്കെ, അവിടെ ദൈവം നിയമം കൊടുത്തുവെങ്കിൽ മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്തത് ജപമാലയാണ്. ഈ ജപമാല പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന എന്താ? ഇതില് അപ്പൻ പഠിപ്പിച്ച സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയുണ്ട് അല്ലേ. നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം. കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം വിളിച്ചോതുന്ന പ്രാർത്ഥനയുണ്ട്. ഇനി സ്വർഗസ്നായ പിതാവേ, ശരിക്കും പറഞ്ഞ ഈ പ്രാർത്ഥന രചിച്ചതാരാ? സ്വർഗസ്നാവേ എന്ന് പറയുന്ന പ്രാർത്ഥന മനുഷ്യരാണോ, മാലാഖമാരാണോ? ഇല്ല, ആ സ്വർഗത്തിലെ ദൈവം തന്നെ രചിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. ഓക്കെ, ഇനി പിന്നെ അതിൽ മാത്രമല്ല, ഗബ്രിയേൽ മാലാഖയുടെ അഭിവാദനമുണ്ട്, എലിസബത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുണ്ട്, സഭയുടെ പ്രഖ്യാപനമുണ്ട്. അതൊക്കെ ചേർന്നതാണ് ഈ പ്രാർത്ഥന. അതാണ് ജപമാലയെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പിടികിട്ടിയാ? ഓക്കെ, ഇനി ഈ റോസറി, ഇംഗ്ലീഷിലെ റോസറി എന്നല്ലേ പറയുന്നത്. റോസറി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റോസറി എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങളുടെ കിരീടം. ഓക്കെ, പുഷ്പങ്ങളുടെ കിരീടം. മാതാവ് നല്ല സുന്ദരമായിട്ടുള്ള കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. അത് പുഷ്പങ്ങളുടെ കിരീടം. അതായത് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ചുവന്ന റോസാപ്പൂക്കളെടുത്ത് നമ്മൾ കോർത്ത് ഈശോയുടെയും മാതാവിൻ്റെയും ശിരസിൽ അണിയിക്കുന്നതാണ് ഈ ജപമാല പ്രാർത്ഥന. അപ്പോൾ ഒരു 53 ജപം അല്ലെങ്കിൽ നമ്മൾ ഈ റോസറി ഫുള്ള് ചൊല്ലുമ്പോൾ നല്ലൊരു കിടുക്കൻ, നല്ലൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിരീടമായിരിക്കും നമ്മൾ അമ്മയ്ക്ക് സമ്മാനിക്കുന്നത്, ഈശോപ്പയ്ക്ക് സമ്മാനിക്കുന്നത്. മക്കളെ, സിസ്റ്റർ ചോദിക്കട്ടെ, നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കും എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടിയാൽ നിങ്ങൾക്ക് തരാതെ ഒറ്റയ്ക്ക് അവരത് ആസ്വദിക്കുമോ? ഇല്ല അല്ലേ. അവർക്ക് എന്ത് പ്രിയപ്പെട്ടത് കിട്ടിയാൽ ഒന്നുകിൽ പാത്ത് വെച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ച് മക്കൾക്ക് കൊണ്ട് തരും. അങ്ങനെയെങ്കിൽ ഇത്രമാത്രം സ്നേഹസമ്പന്നയായ അമ്മയ്ക്ക് കിട്ടുന്ന കിരീടം നിങ്ങൾക്ക് തരാതിരിക്കുമോ? നമുക്ക് തരാതിരിക്കുമോ? ഉദാഹരണം, സ്നേഹമുള്ള അമ്മമാരാണെങ്കിൽ എന്നാ ചെയ്യുക? ആ കിരീടം എടുത്ത് എൻ്റെ മക്കളെ നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലും വെച്ച് തരും അല്ലേ. അപ്പൊ കിരീടമൊക്കെ വെച്ച് നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കെ, എന്നാ ബ്യൂട്ടിഫുൾ അല്ലേ, അല്ല കിടിലൻ ലുക്കായിരിക്കും. അപ്പോൾ വിചാരിക്കുക, റോസറി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്കും വെച്ച് തരും. നമ്മൾ അമ്മയ്ക്കും ഈശോയ്ക്കും വെച്ച് കൊടുക്കുന്നു, അവര് നമുക്കും വെച്ച് തരും. ഇനിയുണ്ടല്ലോ, ലോകത്തിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, മിക്കവർക്കും നമുക്കൊക്കെ ഇഷ്ടമാണ്. മക്കൾക്ക് ഇഷ്ടമല്ലേ? മാതാവിന് ഇഷ്ടമല്ലേ? നമുക്ക് ഇഷ്ടമാണ്.
എന്നാൽ ഇഷ്ടമില്ലാത്ത ഒരു പുള്ളിയുണ്ട്, അറിയോ? പുള്ളിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. മാത്രമല്ല അമ്മ കാണുമ്പോൾ ഇച്ചിരി ടെൻഷൻ, ഡിപ്രഷൻ, സപ്രഷൻ എന്ന് പറയും പോലെ ടെൻഷന് ഒക്കെ വരും. പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ മസിലും വിരിച്ച് നിൽക്കുന്നതാണ്. ലോകത്തെ കിടക്കാനുള്ള ഒടുക്കത്തെ ആറ്റം ബോംബിൻ്റെ പവറുള്ള മനുഷ്യനാണ്. പക്ഷേ ഒരു സ്ത്രീയായ, ഒരു പെൺകുട്ടിയായ അമ്മയെ കാണുമ്പോൾ മുട്ടുപറിക്കുക. ആരെന്നറിയോ? പിശാചി. ഒക്കെ പേടിയുള്ള ഒരാളല്ലേ, എന്തിനു പേടിക്കണം? അപ്പോൾ അമ്മയെ പേടിയെങ്കിൽ നമ്മൾ അമ്മയെ കൂട്ടുപിടിച്ചാൽ പോരെ? അമ്മയെ മുൻനിർത്തിയാൽ മതി. പുള്ളി ഒറ്റ ഓട്ടം കൊടുക്കും, പുള്ളി ആ പരിസരത്ത് കാണില്ല. അതുകൊണ്ട് പിശാചിനെ ഓടിക്കാൻ, തിന്മയുടെ ആസക്തികൾ കുറയ്ക്കാൻ ഒക്കെ നമ്മൾ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. അമ്മ മുന്നിൽ നിൽക്കും. ഝാൻസി റാണിയെക്കാട്ടിലും ശ്രേഷ്ഠമായ അമ്മ ഒക്കെ മുന്നിൽ നിന്ന് നമുക്ക് വേണ്ടി പോരാടും. ഓക്കെ, അപ്പോൾ പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും, കുടില തന്ത്രങ്ങളും ഒഴിവാക്കാൻ നമുക്ക് ജപമാല പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വലിയവരായ മാതാപിതാക്കൾക്ക് മക്കളെപ്പറ്റി ഒത്തിരി ഉത്കണ്ഠകളുണ്ട്. അവരുടെ ജീവിതം, അവർ പോകുന്ന വഴികൾ നമ്മുടെ കണ്ണെല്ലായിടത്തും എത്തത്തില്ല അല്ലേ? പക്ഷേ മാതാവിൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചാൽ മക്കൾ സുരക്ഷിതരാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭക്തിയോടെ, ആത്മാർത്ഥതയോടെ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ചൊല്ലില്ലേ? പ്രാർത്ഥിച്ചോ. ഇന്ന് ചിലപ്പം തോന്നും മക്കള് ലൂസാണ് എന്ന് വെച്ചാൽ വിചാരിക്കുക, നമ്മൾ കയറിച്ച് ലൂസാക്കിയിട്ട് അവർക്ക് പരിധി വിട്ട് കുറച്ചുകൂടി പോവാം. പക്ഷെ കയറിൻ്റെ തുമ്പ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ക്രമേണ എനിക്ക് വലിച്ചിങ്ങ് കൊണ്ടുവരാം അല്ലേ? അതുപോലെയാണ്. അപ്പോൾ ചിലപ്പം നമ്മൾ വിചാരിക്കും മക്കളൊക്കെ നഷ്ടപ്പെട്ടു, അവരെ ഇനി തിരിച്ചു കിട്ടത്തില്ല, കാലം അങ്ങനെയാണ്, പ്രശ്നമേ ഉള്ളൂ. പേടിക്കണ്ട, അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക. പതിയെ പതിയെ തിരിച്ചു കൊണ്ടുവരും. ഇന്നല്ലെങ്കിൽ നാളെ സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന മറക്കരുത്, പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി എങ്ങനെ പ്രാർത്ഥിക്കാം? ജപമാല എങ്ങനെ പ്രാർത്ഥിക്കാം? അപ്പോൾ അറിയാം, എങ്കിലും സിസ്റ്റർ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. കുഞ്ഞുമക്കൾക്ക് വേണ്ടി സിസ്റ്റർ ഒന്ന് പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ജപമാല എടുക്കുമ്പോൾ ഈശോപ്പയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം. നമ്മൾ ഇഷ്ടമുള്ളവർക്കല്ലേ ഉമ്മ കൊടുക്കാറുള്ളൂ, എല്ലാവർക്കും കൊടുക്കുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ ഈശോ, നമ്മുടെ സ്വന്തം ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് ഈ കുരിശിൽ പിടിച്ചു വേണം നമ്മുടെ വിശ്വാസ പ്രമാണം ചൊല്ലാൻ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആ പ്രാർത്ഥന, ഇത് വിശ്വാസം ചൊല്ലണം. കാരണം എന്നാ, വിശ്വാസത്തിലൂടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഓക്കെ, വിശ്വാസം ഇല്ലെങ്കിൽ മക്കളെ ഒന്നുമില്ല. നമ്മൾ ABCD പഠിക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ. വിശ്വാസം വരുമ്പോഴാണ് മല മാറുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത്. വചനം എങ്ങനെയാണ് പറയുന്നത്? വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം അല്ലേ? ഹെബ്രായരുടെ പുസ്തകത്തിൽ പറയുന്നു. ഓക്കെ, ഇത് പിടിച്ച് നമ്മൾ വിശ്വാസം ആഗ്രഹത്തോടെ, തീഷ്ണതയോടെ, അത്രമാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ വെടിക്കെട്ടിലായിരിക്കണം, ചക്കചക്കയെന്ന് പറയണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഇനി അടുത്തത് തന്നെ സ്വർഗസ്നായ പിതാവേ. സിസ്റ്റർ നേരത്തെ പറഞ്ഞു, ആരാ സ്വർഗസ്നായ പിതാവ് രചിച്ചത്? അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാ? ഈശോയ്ക്കാണ്, ദൈവത്തിനാണ്. ദൈവം തന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലുന്നു. ഇനി നന്മ നിറഞ്ഞ മറിയം. ഓക്കെ, നമ്മൾ 3 തവണ ചൊല്ലുന്നു. പിന്നെ ഓരോ രഹസ്യങ്ങൾ പറയുന്നു. അറിയായിരിക്കുമല്ലോ, സന്തോഷ രഹസ്യം, മഹിമയുടെ രഹസ്യം, ദുഃഖരഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം. അങ്ങനെ രഹസ്യങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് പിടിച്ച് ചൊല്ലുന്നു. മക്കളെ, ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എടുക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ഗബ്രിയേൽ മാലാഖ, പ്രധാന മാലാഖമാരുടെ ഗണത്തിൽപ്പെടുന്നതാണ് ഗബ്രിയേൽ മാലാഖ. ഈ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞ അഭിവാദനം നമ്മുടെ ഈ കുഞ്ഞ് നന്മ നിറഞ്ഞ പ്രാർത്ഥനയിലുണ്ട്. എലിസബത്ത് പരിശുദ്ധ അമ്മയെ കാണുമ്പോൾ അഭിവാദനം ചെയ്യുമല്ലോ. അപ്പം എന്താ സംഭവിച്ചത്? അവൾ പ്രഗ്നൻ്റ് ആയിരുന്നില്ലേ? എലിസബത്ത് ആൻറ്റി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മളിൽ നിറഞ്ഞു കവിയത്തില്ലേ? നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ലേ? സാധാരണ പോകുന്ന പോക്കായിരിക്കത്തില്ല. ആത്മാവ് നിറഞ്ഞ മനുഷ്യൻ അവൻ ഇങ്ങനെ സ്പ്രിങ് കണ്ടിട്ടുണ്ടോ മക്കളെ? ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ജില്ലായിട്ട് നിൽക്കുക. അതുപോലെ ആയിരിക്കും ആത്മാവ് നിറഞ്ഞ മനുഷ്യൻ, തീ പിടിച്ച വ്യക്തിയെപ്പോലെ. അപ്പോൾ ഗബ്രിയേലിൻ്റെ അഭിവാദനമുണ്ട്, എലിസബത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, സഭയുടെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയുമുണ്ട്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി കാത്തോളിനെ പ്രാർത്ഥനയുണ്ട്. ഓക്കെ, അതാണ് മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ കിരീടം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അമ്മയോട് ചോദിച്ചാൽ മതി എങ്ങനെയൊക്കെ പിടിക്കണം, ഏത് രഹസ്യം ചൊല്ലണമെന്നൊക്കെ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നു. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി, അമ്മയെ ചേർത്ത് പിടിക്കുന്നവരെ അമ്മ ഉപേക്ഷിക്കില്ല. അത് ഹൃദയത്തിൽ ഇവിടെ എഴുതി ഒട്ടിക്കണം.
അമ്മയെ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവരെ ഉപേക്ഷിക്കത്തില്ല. ഉദാഹരണത്തിന് മക്കളെ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി ചാകാൻ വരെ റെഡിയായി നിൽക്കുന്ന അമ്മമാരല്ലേ. നമ്മൾ മരിച്ചു കിടന്ന, സിസ്റ്റർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡെഡ് ബോഡി മരിച്ചുപോയ അവസാനം വരെ കൂട്ടിരിക്കുന്നത് അമ്മമാരല്ലേ. കരഞ്ഞു കരഞ്ഞു ഭക്ഷണവും എടുക്കില്ല, വെള്ളവും എടുക്കത്തില്ല, പലരും വന്ന് നിർബന്ധിച്ചാൽ പോലും എടുക്കത്തില്ല. പപ്പ ഇങ്ങനെ അടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടമായിരിക്കും സഹോദരങ്ങളൊക്കെ. പക്ഷേ എനിക്ക് വേറെ ഒന്നും കാണണ്ട, എനിക്ക് കേൾക്കണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു അവിടെ ഇരിക്കും അല്ലേ. നമ്മളറിയാതെ ഒന്ന് തെന്നി വീണാലോ അമ്മേ നിലവിളിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഈ അമ്മയെ ഒന്ന് ജ്വലിപ്പിക്കുക. അമ്മ ചേർത്ത് പിടിച്ചോളും മക്കളെ, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് ഒരു കാര്യം കൂടി പഠിക്കാം. മാലയായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ജപമാല കഴുത്തിൽ, ഇത് ചെറുതായിപ്പോയി, സിസ്റ്ററിൻ്റെ തല എല്ലാം ഇവിടെ പോകത്തില്ല, കിടക്കില്ല. ജപമാല മാലയായിട്ട് ഉപയോഗിക്കാം. മാല എന്താ കാണിക്കണേ? നമ്മൾ കല്യാണത്തിന് ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ കല്യാണത്തിന് കണ്ടിട്ടില്ലേ, താലി ഇടുന്നേ, മാല ഇടുന്നേ. എന്നാ, നീ എൻ്റേതാണ്, ഇനി മുതൽ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. അതിൻ്റെയൊക്കെ അടയാളമാണ് താലിമാല. ഓക്കെ, മാല അഭിമാനത്തോടെ. പിന്നെ കല്യാണം കഴിച്ച ചേച്ചിമാരൊക്കെ വൈഫ് മാല ഇങ്ങനെ അവരിട്ടുകൊണ്ട് നടക്കും. മറ്റ് ഏത് മാലകൾ ഇട്ടാലും ഈ മാല കാണും, മറ്റേത് മാലകൾ മാറ്റി വെച്ചാലും ഇതവർ മാറ്റി വെക്കില്ല അല്ലേ. അത്രമാത്രം പ്രിയപ്പെട്ടതാണ് മക്കളെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാലയായി മാറണം ഈ ജപമാല. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തത്, നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ, ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോ മണികൾ ഉരുട്ടിയാണ് ആ ദൈവ സാന്നിധ്യം, ആ ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നത്. നിസ്സാരരായ നമ്മൾ ആ ദൈവത്തിൻ്റെ ആ മഹത് ശക്തിയുമായി, കൃപയുമായി, ദൈവവുമായിട്ട് ചേർന്നത്. അപ്പോൾ ഓരോ മണി ചവിട്ടി നമ്മൾ ഉയരുന്നു ദൈവത്തിലേക്ക്. ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ ചവിട്ടി കയറി തമ്പുരാൻ്റെ സാന്നിധ്യം, തമ്പുരാൻ്റെ സംരക്ഷണം, കൃപ, വരദാനങ്ങൾ കൊണ്ട് നമ്മൾ നിറയാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഏണിപ്പടി, ഓക്കെ, ഇങ്ങനെ ഓരോന്നിങ്ങനെ കയറി ഏണി കയറി മുകളിൽ പോകുന്നത് പോലെ. ഏണി എപ്പോഴാണ് കയറുന്നത്? കൈകൊണ്ട് തൊടാൻ പറ്റാത്തത്, എത്തിപ്പിടിച്ചാൽ കിട്ടാത്തത് എടുക്കാനല്ലേ നമ്മൾ ഏണി വെക്കുന്നത്. അപ്പം അതുപോലെ അസാധ്യമായിട്ടുള്ളത്, നമുക്കൊന്നും പറ്റില്ല എന്ന് പറയുന്ന സാധനം ജപമാലയുടെ നമുക്ക് പറ്റിപ്പിക്കാം. ഓക്കെ, ഏണി. ഇനി അടുത്തെന്താ? ചാട്ട കണ്ടിട്ടില്ലേ? നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചാട്ട കൊണ്ട് അടിക്കും. പണ്ടൊക്കെ സിസ്റ്റർമാർക്ക്, അച്ഛന്മാർക്കൊക്കെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നതിലൂടെ, ആ സഹനത്തിലൂടെ തമ്പുരാൻ്റെ സഹനമായിട്ട് ചേർത്ത് വെക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ചുറ്റി അടിക്കാം എന്ന് പറഞ്ഞാൽ പിശാചിനെ ഓട്ടിക്കാൻ, ചാട്ടക്കിട്ടടിച്ച് ഓട്ടിക്കാൻ പറ്റിയത് ജപമാലയാണ്. ഇതിനപ്പുറം വേറെ വളരെ പവർഫുള്ളായിട്ടുള്ളത് സിസ്റ്ററിന് അറിയില്ല, കാണുമായിരിക്കാം, അറിയില്ല, എങ്കിലും ഇത് ശക്തമാണ്, അത് ഉറപ്പിച്ചു. ഓക്കെ, അപ്പോൾ പിശാചിൻ്റെ കരങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാൻ നമ്മളെ സഹായിക്കുന്ന മാല ജപമാല. ഓക്കെ, അപ്പോൾ എത്രയായി? ഒന്ന് മാലയാക്കാം, ഒന്ന് ഏണിയാക്കാം, ഒന്ന് ചാട്ടയാക്കാം. ഇനി ഒന്ന് വൃത്തം. കണ്ടോ, ഇത് വെച്ചാൽ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലേ. ഒരു വൃത്തം, ഒരു വട്ടം കണക്റ്റഡ് ആണ്, മുത്തുകൾ തമ്മിൽ കണക്റ്റഡ് ആണ്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്കും പ്രിയപ്പെട്ടവരില്ലേ, ബന്ധുക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ തമ്മിൽ ചേർത്ത് പിടിക്കാൻ, ബന്ധങ്ങളെ കണക്റ്റഡ് ആക്കാൻ, സമ്പുഷ്ടമാക്കാൻ, മുറിയാതെ ഇരിക്കാൻ സഹായിക്കും. ഓക്കെ, നമ്മുടെ ബന്ധങ്ങളുടെ ഒരു മാലയുടെ അല്ലെങ്കിൽ ഒരു ചങ്ങലയുടെ ശക്തി ഇരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? മുറിഞ്ഞ ഭാഗത്താണ്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ശക്തി. അപ്പം നമ്മൾ മുറിയപ്പെടാതിരിക്കാൻ മക്കളെ, നമ്മൾ മാതാവിൻ്റെ ഈ പ്രാർത്ഥന ചൊല്ലുക, മാതാവിനോടൊപ്പം ഈശോയിലേക്ക്. ഓക്കെ, ഈ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ വിശുദ്ധി വർദ്ധിപ്പിക്കാം. ദൈവം അങ്ങ് ആകാശത്തിലെ ദൈവമല്ല, ഇങ്ങനെ താഴത്തെ ലെവലിൽ വന്ന് ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ദൈവമാണ്. ആ എക്സ്പീരിയൻസിലേക്ക് വളരാൻ ജപമാല നമുക്ക് പിടിക്കാം, മുറുകെ പിടിക്കാം, അഭിമാനത്തോടെ കൊണ്ട് നടക്കാം, പോക്കറ്റിലും കീശയിലും ഒക്കെ നമുക്ക് വെക്കാം. ഓക്കെ, അപ്പം ഇനി സിസ്റ്റർ സമ്മറൈസ് ചെയ്യട്ടെ. ഇതെല്ലാം ഇന്ന് നമ്മൾ കണ്ടത് ഏതാ? നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ സ്വന്തം പരിശുദ്ധ അമ്മയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. സ്വർഗം തന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. നമുക്കൊരു അമ്മയുണ്ട്. അമ്മ എന്നാ സെമിട്രി വരെ നമ്മുടെ അമ്മ സഹായിക്കത്തുള്ളൂ അല്ലേ.
അത്രയ്ക്ക് കട്ട ഇഷ്ടമാണെങ്കിൽ സെമിട്രി വരെ. ഓക്കെ, അതിനപ്പുറം ഒരു അമ്മയ്ക്ക്, ഈ ഭൂമിയിലെ അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റില്ല. എന്നാൽ സ്വർഗത്തിലെ അമ്മ ഇവിടെ കണ്ണടയ്ക്കുമ്പോഴും സ്വർഗത്തിൽ കണ്ണ് തുറക്കാൻ പാകത്തിൽ നമ്മളെ ഒരുക്കി ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റാൻ ഈ അമ്മയ്ക്ക് പറ്റും. അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കണം, അമ്മയ്ക്കൊരു സ്ഥാനം കൊടുക്കണം. ഓക്കെ, നമ്മുടെ അമ്മയേക്കാൾ വലിയ സ്ഥാനം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു മഹത് വ്യക്തിയുടെ കഥ പഠിച്ചായിരുന്നു. ഏതാ മഹത് വ്യക്തി? ലൂയി പാസ്റ്റർ. ലൂയി പാസ്റ്ററും സയൻസ് സ്റ്റുഡൻസുമായിട്ടുള്ള കോൺവെർസേഷൻ, സംഭാഷണം നമ്മൾ പറഞ്ഞായിരുന്നു. പുള്ളി ഒരു മൂലയിലിരുന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ വ്യക്തിയാണെന്ന് പഠിച്ചു. പിന്നെ എന്ത് നമ്മൾ കണ്ടു? ജപമാല പ്രാർത്ഥന മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഒന്ന്, ആബാപിതാവ് ദൈവം മോശയ്ക്ക് നിയമങ്ങൾ കൊടുത്തു, എന്നാൽ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് കൊടുത്തതാണ് ജപമാല പ്രാർത്ഥന ശക്തമായ ആയുധമായി ഉപയോഗിക്കാൻ. ഓക്കെ, ഇനി അതെങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അലക്ഷ്യമായിട്ട് പ്രാർത്ഥിക്കരുത്. ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോ റോസാപ്പൂക്കൾ, ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് കിരീടം ഉണ്ടാക്കി ഈശോയുടെയും മാതാവിൻ്റെയും തലയിൽ വെക്കുന്നു. അവർ സ്നേഹത്തോടുകൂടി തീർച്ചയായിട്ടും നമുക്കും തരും, നമ്മുടെ തലയിലും വെച്ച് തരും. നമ്മളെയും രാജകുമാരനും രാജകുമാരിയാക്കി മാറ്റും. ഓക്കെ, ഇനി ഇത് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒരു ഉമ്മ കൊടുത്ത് വേണം തുടങ്ങാൻ. വിശ്വാസ പ്രമാണം കുരിശു പിടിച്ച് ചൊല്ലണം. സ്വർഗസ്ഥനായ പിതാവേ, ആര് തന്ന പ്രാർത്ഥനയാണ്? സ്വർഗം നമുക്ക് തന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ രചയിതാവ് മാലാഹമാരോ മനുഷ്യരോ അല്ല, ദൈവം തന്നെയാണ്. ഓക്കെ, പിന്നെ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന വ്യത്യസ്തമാക്കുന്നത് എന്താ? അതിൽ ഗബ്രിയേലിൻ്റെ അഭിവാദനമുണ്ട്, എലിസബത്തിൻ്റെ അഭിവാദനമുണ്ട്, സഭയുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ഇതൊക്കെ ചേർന്ന സമ്പുഷ്ടമാണ്. ഇങ്ങനെ ചൊല്ലി 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 ഈ ജപമാല പ്രാർത്ഥിച്ച് ദൈവത്തോട് നമ്മൾ കൂടുതൽ അമ്മ വഴി അടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നു മുതൽ ചൊല്ലുവോ? കൊണ്ട് നടക്കോ? നടക്കണം, അഭിമാനത്തോടെ കൊണ്ട് നടക്കണം. പിന്നെ സിസ്റ്റർ ഈ ജപമാല വെച്ച് ഒരു 4 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്ന്, നമുക്ക് മാലയായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പ്രിയമുള്ളതേ നമ്മുടെ കഴുത്തിലെടുത്തുള്ളൂ, അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുണ്ടെങ്കിലേ, നമ്മൾ കംഫർട്ടബിൾ എങ്കിലേ ആ വസ്ത്രം അണിയത്തുള്ളൂ. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അഭിമാനത്തോടു കൂടി മാല കഴുത്തിലിടാൻ മടി കാണിക്കരുത്. പിന്നെ എന്താ സിസ്റ്റർ പറഞ്ഞ്, നമുക്ക് ഏണിയായിട്ട്, ഓക്കെ, ഇങ്ങനെ ഏണിയായിട്ട് പടി ചവിട്ടി 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 ഈശോയിലെത്താം. സ്വർഗീയ സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാം. പിന്നെ ചാട്ടയായിട്ട് ഉപയോഗിക്കാം, പിശാചിനെ ഓടിക്കാൻ പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള ആയുധമാണ്, ഉപകരണമാണ് ജപമാല. ഓക്കെ, ലാസ്റ്റ് ഇത് കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ, പരസ്പരം യോജിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ബന്ധങ്ങളെ ദൈവം ഇതുപോലെ ചേർത്ത് പിടിപ്പിക്കാൻ, അല്ലെങ്കിൽ ചേർന്നിരിക്കാൻ. ചില അടുത്ത് കാണില്ലേ, അമ്മയും പപ്പയും ഓക്കെ അല്ല, മക്കൾ ഓക്കെ അല്ല, മനസ്സിലാകുന്നില്ല. പക്ഷെ അതിലൊക്കെ ദൈവം ചേർത്ത് പിടിക്കാൻ നമ്മളെ സഹായിക്കും. ഒരു മാല പോലെ ചേർന്നിരിക്കുന്നത് പോലെ നമ്മളെയും ചേർത്തിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും മക്കൾ, ഇതെല്ലാം മറന്നു പോയാലും മാതാവിനെ മറക്കരുത്, ജപമാല പ്രാർത്ഥിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചാലോ? അമ്മയോട് നമ്മുടെ സ്നേഹം ഒന്ന് അറിയിച്ചാലോ? വായോ, നമുക്ക് ഒന്നിച്ച് നമുക്ക് അമ്മയുടെ അടുത്ത് നിന്ന്, അമ്മയുടെ ചാര നിന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, പറ്റുമെങ്കിലും നമുക്കൊന്ന് കൈകൂപ്പാം, കണ്ണടയ്ക്കാം, ഒരു സെക്കൻഡ് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മേ, ഈശോയുടെ അമ്മേ, എന്നെ അമ്മയുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണമേ. ഈശോയെ വളർത്തിയതുപോലെ എന്നെയും വളർത്തണമേ. സ്വർഗീയ രഹസ്യങ്ങൾ ജപമാലയിലൂടെ വെളിപ്പെടുത്തി തരണമേ. ഈ ജപമാല പ്രാർത്ഥന ഏറ്റവും സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ എന്നെയും എൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മടിത്തട്ടിലിരുത്തി എന്നെ എന്നും എപ്പോഴും പഠിപ്പിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.